നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി 1000 രൂപ പ്രതിമാസ ധനസഹായത്തിന് വേണ്ടി അപേക്ഷിക്കുവാൻ വേണ്ടുന്ന മാനദണ്ഡങ്ങൾ, ആർക്കൊക്കെ അപേക്ഷിക്കാം, നൽകേണ്ട രേഖകൾ എന്നിവയെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി നോക്കാം. കേരളത്തിൽ സ്ഥിരതാമസക്കാരായ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാവുക. നിലവിൽ സംസ്ഥാനത്തെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ അംഗമായിട്ടുള്ള സ്ത്രീകൾക്ക് മാത്രമേ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപേക്ഷ നൽകുന്നവർ മറ്റ് സാമൂഹിക ക്ഷേമ പദ്ധതിയിലെ ഗുണഭോക്താക്കൾ അല്ലാത്തവരാകണമെന്നും നിബന്ധനകളുണ്ട്. നിലവിൽ സംസ്ഥാനത്തെ നീല, വെള്ള റേഷൻ കാർഡിലുള്ള സ്ത്രീകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല. 1000 രൂപയാണ് ഈ പദ്ധതിയുടെ പ്രതിമാസ ആനുകൂല്യം. കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങൾ, പദ്ധതികൾ, സർവകലാശാലകൾ എന്നിവയിൽ സ്ഥിരമായോ താൽക്കാലികമായോ ജോലി ചെയ്യുന്നവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ അർഹതയില്ല. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ മുതലായ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷനുകൾ, വിവിധതരം സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷൻ, ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള കുടുംബ പെൻഷൻ, EPF പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല. സർവീസ് പെൻഷൻ, ഡിപ്പെൻഡന്റ് പെൻഷൻ, നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ അണ്ടറിൽ വരുന്ന വിവിധ പെൻഷനുകൾ എന്നിവ സ്വീകരിക്കുന്നവർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ അർഹതയില്ല. സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ള മാനദണ്ഡങ്ങൾക്കുള്ളിൽ വരുന്ന സ്ത്രീകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കുകയുള്ളൂ. അപേക്ഷ നൽകുമ്പോൾ ചോദിച്ചിട്ടുള്ള രേഖകൾ കറക്റ്റായി നൽകാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം അപേക്ഷ റിജക്റ്റായി പോകുന്നതായിരിക്കും. 2025 ഡിസംബർ മാസം 22 മുതലാണ് ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയത്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് ഇനിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷയോടൊപ്പം പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ആധാർ കാർഡ് ഡീറ്റെയിൽസ് എന്നിവയും സമർപ്പിക്കേണ്ടതാണ്. പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. ഇവയൊന്നും ഇല്ലാത്ത പക്ഷം ഡോക്ടർ സർട്ടിഫിക്കറ്റും സമർപ്പിക്കാവുന്നതാണ്. ആധാർ കാർഡ് പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റായി സ്വീകരിക്കുന്നതല്ല. അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും 1000 രൂപ പ്രതിമാസം ലഭിക്കുന്നത്. 60 വയസ്സ് കഴിയുന്ന അന്നു മുതൽ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. അർഹതയില്ലാതെ ആനുകൂല്യം കൈപ്പറ്റിയവരിൽ നിന്നും 18% പലിശ സഹിതം കൈപ്പറ്റിയ തുക തിരികെ ഈടാക്കുന്നതായിരിക്കും. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഏറ്റവും പുതിയ ധനസഹായ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. ഇതിലേക്ക് സ്വയമായി ഓൺലൈനിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുവാൻ വേണ്ടിയുള്ള മാനദണ്ഡങ്ങൾ കറക്റ്റായി മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുവാൻ ശ്രമിക്കുക. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നവർ മെസ്സേജായി ലഭിക്കുന്ന അക്നോളജ്മെൻറ്റ് നമ്പർ സേവ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി അപേക്ഷിക്കേണ്ട വിധം മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. K-Smart വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടത്.